അപ്പം എല്ലാവർക്കും നമ്മുടെ കർമൻസ് ഫാമിലിയിലേക്ക് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റയാനെ വെച്ചിട്ട് രണ്ടാമത്തെ വീഡിയോ ആണ് അല്ലേ നമ്മുടെ. അപ്പോൾ ഇന്നൊരു പ്രത്യേകത ഉണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ റയാൻ നല്ല ഉറക്കത്തിലേട്ടാ. ഇന്നലെ വൈകുന്നേരം ഉറങ്ങിയിട്ടില്ല. ഇന്നലെ വൈകുന്നേരം കുറേ ഉറങ്ങി, പിന്നെ പക്ഷെ ഭയങ്കര അലമ്പായിരുന്നു. ഇന്നലെ എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ ഇന്നലെ ഞങ്ങളും ഉറങ്ങിയിട്ടില്ല പറഞ്ഞ പോലെ അല്ലേ. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഇന്നലെ. അപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇന്നിപ്പോൾ കാലത്ത് കുറേ ഒരു 6 മണി തൊട്ട് നല്ല ഉറക്കാം, കുഴപ്പമില്ലാണ്ട് അങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, വലിയ അലമ്പില്ലാണ്ട്. അപ്പോൾ എന്താ പറ്റിയെന്ന് അറിയില്ല. അല്ല വയറുവേദനയാണോ എന്താണെന്നുള്ളതൊന്നും മനസ്സിലായില്ല. കുറച്ച് എടുക്കുമ്പോൾ കുഴപ്പമില്ല അല്ലേ, കെടുത്തുമ്മ കഴിഞ്ഞാൽ ആള് അലമ്പാ. അപ്പോൾ അങ്ങനെ ഇന്ന് ഇങ്ങനെ ഉറങ്ങി കിടക്കുക. ഇനിയിപ്പോൾ അത് നല്ല പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വട്ടം മറ്റേ 1.5 മാസത്തിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് സമയമായിപ്പോൾ വയ്യായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ 1.5 മാസം കഴിയാൻ പോകും. ഇപ്പോൾ 1.5 നമ്മൾ എടുത്തില്ല അവിടെ. ഇപ്പോൾ 2.5 ഇഞ്ചക്ഷനാണ്. അപ്പോൾ അത് എടുക്കാൻ പറ്റാതെ ഇപ്പം ഇന്ന് ബുധനാഴ്ച ഹെൽത്തിൽ പോയിട്ട് എടുക്കണം. അന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് വായനശാലയിൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഹെൽത്തിൽ പോയിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ അവിടെ ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോൾ അതുപോലെ തന്നെ ഇന്ന് വിളിച്ചു വെച്ചപ്പോൾ കുഴപ്പമില്ല, കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ്. അപ്പോൾ പിന്നെ ഒന്ന് കുത്തിപ്പൊക്കി ഒന്ന് എഴുപ്പിച്ച് ആള് നല്ല ഉറക്കം ശരിയായത് ഇപ്പോഴാണ് ആൾക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിളിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ക്ഷീണമാവും. ചിലപ്പോൾ ഇഞ്ചക്ഷനും കൂടി കഴിഞ്ഞ് വരുമ്പോൾ വയ്യാണ്ടാവും തോന്നുന്നുണ്ട് അല്ലേ. ചെറിയ പനി ഉണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കഴിയും ആള് മോശക്കേടാവും. അപ്പോൾ അങ്ങനെയാണ് വിശേഷം. അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാണ് അല്ലേ. ബാക്കിയൊക്കെ പോകണമെങ്കിൽ അതന്നെ. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഏകദേശം ഒരു 10:45 ആവുന്നുണ്ടല്ലേ അവിടെ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9 മണി ആയിട്ടുള്ളൂ. 9:45 സ്റ്റാർട്ട് ചെയ്യും. അപ്പം നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ വേഗം ചെയ്ത് പോരാന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള തയ്യാറെടുപ്പിന് ഞങ്ങൾ അങ്ങനെ റെഡി ആവാൻ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് പിന്നല്ലേ കാണാം. ഞങ്ങള് വാക്സിനൊക്കെ അടിച്ച് എത്തിയില്ലേ കുഞ്ഞാവേ. ക്ഷീണം കുഞ്ഞാവയ്ക്ക് ക്ഷീണമായി. ഇവിടുന്ന് ആദ്യം ഹെൽത്തിലേക്ക് പോയി. ഹെൽത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു വാക്സിൻ ഉണ്ട് കേട്ടോ, അവർ കുഴപ്പമില്ല. ഇവന് ചെറിയ എന്താ പറയാ മൂക്കടപ്പിന് ജലദോഷമില്ല, മൂക്കടച്ച് ചെറുതായിട്ടുണ്ടായിരുന്നു, കഫക്കെട്ട്. അന്ന് അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു കുട്ടികളുടെ. അപ്പോൾ അവിടെ ഇല്ല ഡോക്ടർ. അങ്ങനെ ഞങ്ങൾ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോയി. അങ്ങോട്ട് പോകോളാൻ പറഞ്ഞു. അവിടെ വാക്സിൻ എടുക്കാൻ അവരോട് ചോദിച്ചിട്ട് എടുത്തോളാം പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് വരി നിന്ന് OP ടിക്കറ്റ് എടുത്ത് പിന്നെ കുട്ടികളുടെ ഡോക്ടറെ കാണാൻ പോയി. അവിടുത്തെ അതിൽ രസം, കുട്ടികളുടെ ഡോക്ടറെ നോക്കണോടത്ത് സകല പനിക്കാരും ചുമക്കാരും ഒക്കെ അവിടെ. എന്ത് പനിക്കാർ തൊട്ട് എല്ലാവരും നോക്കണത് കുട്ടികളുടെ ഡോക്ടർ. അവിടെ നിന്ന് കുറേ നേരം അങ്ങനെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ 2-3 ആൾക്കാർ വാക്സിൻ എടുക്കുന്ന ആൾക്കാർ വന്നപ്പോൾ നേരെ അവർ കയറി ഉള്ളിലേക്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ അവരെ കൂടെ അങ്ങോട്ട് കയറി. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞപ്പോൾ ബാക്കിൽ അത്ര നേരം അവിടെ നിന്നിട്ട് 1 മണിക്കൂർ മേലെ അവിടെ നിന്നു. ഇങ്ങനെ ആകെ തിരക്ക്. അതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇല്ലാത്ത അസുഖങ്ങൾ വേറെ വരും. അങ്ങനെ കുട്ടികൾ ഇത്രയും ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഡോക്ടറാണ്. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, വാക്സിൻ എടുത്തോളാം പറഞ്ഞു. സലൈൻ മൂക്കിലേക്ക് അതൊഴിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞങ്ങൾ വാക്സിൻ അടിക്കുന്നോടത്തി പോയി. അവിടെ ചെന്ന് വാക്സിനൊക്കെ എടുത്ത് കുഞ്ഞാവിക്ക് അല്ലേ അടിപൊളി പനീരം മരുന്നൊക്കെ തന്നു. അതൊക്കെ കൊടുക്കാൻ പറഞ്ഞു. അവനത് തുപ്പികളയാ കുറച്ച്. അവനാദ്യം മറ്റേ കാൽപ്പൊളത്തിരി മധുരമുള്ളതെന്നുണ്ടല്ലേ, അത് കഴിക്കും കുഴപ്പമില്ല. പക്ഷെ ഇത് എവിടെ നിന്ന് കിട്ടിയത് ഇത്തിരി കയ്പുണ്ടെന്നുണ്ട് ചെറുതായിട്ട്. അവർ പറഞ്ഞോട്ടോ അത് തരുമ്പോൾ തന്നെ ചെറിയതുണ്ട് നോക്കിയോളാം എന്ന് പറഞ്ഞു, കഴിക്കുമെന്നുള്ളത്. അങ്ങനെ നോക്കി കൊടുക്കാൻ പറഞ്ഞു. പരമാവധി എന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞു. പനി ഉണ്ടാവും, കാലുവേദന ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. കാലുമേണ് കേട്ടോ അവൻ്റെ വാക്സിൻ അടിച്ചത്. അപ്പോൾ അതൊക്കെയാണ് അത് വിശേഷം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയത് റെസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിച്ചല്ലോ എന്നാ കുഞ്ഞാവേ. നമ്മുടെ ഇന്നത്തെ വിശേഷമൊക്കെ കുഞ്ഞാവ അനങ്ങാണ്ട് കെടുക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരമൊക്കെ ഫുൾ അലമ്പായിരുന്നവൻ അല്ലേ. ടാറ്റ പറഞ്ഞേ ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ പറയുന്ന ക്ഷീണം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ കേട്ടോ അന്നത്തെ. ഓക്കെ, അപ്പോൾ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുണ്ടാവും ഇനി. അപ്പോൾ വീഡിയോ അവസാനിപ്പിച്ചാലോടി. ഓക്കെ അല്ലേ. അപ്പോൾ
ഓക്കെ ബൈ. കാത്തമോള് സ്കൂളിൽ പോയിട്ട് അത് പറയാൻ മറന്നു, പരീക്ഷ. അപ്പം അതിൻ്റെ ഇടയിൽ പോയി ഞങ്ങൾ വന്നു, അവൾ എത്തിയിട്ടുണ്ട്. പക്ഷെ വന്ന് മറ്റേ ചോറും പാത്രമൊക്കെ കൊണ്ട് പാത്രമൊക്കെ കഴുകി റെഡിയാക്കി വയ്ക്കുന്ന തിരക്കിലാണ്. അപ്പോൾ വന്ന വഴിക്ക് അതൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പോയിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അവളെ കാണിക്കേണ്ടിരുന്നത്. ഇപ്പോൾ എത്തിയുള്ളവളും ഞങ്ങളെത്തി, ഞങ്ങൾ ഡ്രസ്സ് മാറി കുളി കഴിഞ്ഞ് അങ്ങനെ ഇതായി. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. ഓക്കെ, അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ ബൈ കുഞ്ഞാവേ, ബൈ പറഞ്ഞ ബൈ 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 ബൈ. വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക. ഓക്കെ ബൈ.